പാവങ്ങളാണ് സാറേ. ഈ പാവത്തിന് എന്തിനാ ദ്രോഹിക്കരുത്? പക്ഷെ മുകളിൽ ഒരാളാണ് ദൈവം. സർവേശ്വരൻ ഇതിന് മാപ്പ് കൊടുക്കൂല. സത്യമായിട്ടും പറയണം സാർ. എനിക്ക് 60 ഞങ്ങൾ എന്തിനാ സാറേ, ഞങ്ങളെ എന്തിനാ ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത്? ഞാൻ ഈ പാവങ്ങളുടെ മന്ത്രി എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടത്. ഈ ക്രൂരത ഒരുത്തരോടും കാണിക്കരുത്. ലൈറ്റില്ല, ഞങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ. എല്ലാം അഴിച്ചു മാറ്റി നനഞ്ഞു കുളിച്ച് ഉറങ്ങാൻ പോലും പറ്റില്ല. എനിക്ക് ആശാവർക്കന്റെ ജോലി പോയാലും വേണ്ടില്ല, ഞാൻ പിച്ച എടുത്ത് ജീവിച്ചാലും ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. എങ്കിലും പിണറായി, സ്തുതിപാഠകർ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന നിങ്ങൾ ഇത്ര ഭീരുവായി പോയല്ലോ എന്നോർക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുകയാണ്. ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ നിങ്ങൾ ഇത്രയേറെ ഭയപ്പെട്ടു എന്ന് നിങ്ങൾ പോലീസിനെ കൊണ്ട് ചെയ്യിച്ച ആ ഹീനമായ പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം ഭീരുവാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. കേരള പോലീസ് അങ്ങനെ ഹീനമായ പ്രവൃത്തികൾ, ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരല്ല. പക്ഷേ അവരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ നിങ്ങൾ അങ്ങേയറ്റം ഭയപ്പെട്ടു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നനയാതിരിക്കാൻ വേണ്ടി ആ പാവം പിടിച്ചവർ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് ആ മഴ നനയാതെ ഒന്ന് ആ മഴയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഷീറ്റ് പോലും വലിച്ചഴിപ്പിച്ച് നിങ്ങൾ കാണിച്ച ആ ക്രൂരത. അവരും കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അവർ നടത്തുന്നത്. നിങ്ങൾക്ക് PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്. ഗവൺമെൻറ് ക്ലിയർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പണമുണ്ട്. പുതിയ കാറ് വാങ്ങാൻ പണമുണ്ട്. ദൂർത്തടിക്കാൻ പണമുണ്ട്. ആ പാവപ്പെട്ട ആശാവർക്കർമാരെ ഒരു ദിവസം വെറും 232 രൂപയ്ക്ക് കിടന്ന് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ആ പാവപ്പെട്ടവരെ നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ മാത്രം നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം. അതിന് കേരളത്തിൽ ഫണ്ടില്ലത്രേ. മന്ത്രി വലിയ വായിൽ പറഞ്ഞു കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്ന്. കേരളത്തിലല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം? ആ ദിവസവേതനത്തെ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് എന്ത് ഓണറേറിയമാണ് നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നത്? അവരെങ്ങനെ ജീവിക്കും? 21 ദിവസമായി നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ ആ സ്ത്രീ ഒരു ചങ്ക് പൊട്ടി ഒരു സ്ത്രീ പറയുന്നുണ്ട് 21 ദിവസമായി അവരവിടെ സമരത്തിന് വന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവർ ജീവിക്കാൻ വേണ്ടിയാണ്, സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി അവർ ചെയ്യുന്ന സമരമാണത്. അല്ലാണ്ട് നിങ്ങൾ വിശേഷിപ്പിക്കും പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വിശേഷിപ്പിക്കും പോലെ ഏതെങ്കിലും ടീമിന്റെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് ആരുടെയെങ്കിലും പിരികേറ്റി ധനവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ പുറകിൽ ചരട് വലിക്കുന്ന ആരാണെന്ന്. ഒരു ചരട് വലിയുടെയും പേരിലല്ല, സ്വന്തം ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി, സ്വന്തം കുടുംബം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ടവർ 21 ദിവസമായി വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നാളേക്ക് വേണ്ടി ജീവിക്കാനായി സമരം ചെയ്യുന്നത്. അവരെയാണ് നിങ്ങൾ ഇത്രയേറെ ദ്രോഹിക്കുന്നത്. ആദ്യം നിങ്ങൾ ആ സമരപന്തലിന് അടുത്തുള്ള എല്ലാ ലൈറ്റുകളും തെരുവ് ലൈറ്റുകളെല്ലാം തന്നെ ഓഫാക്കി അവരുടെ വെളിച്ചം നിഷേധിച്ചു. ഇപ്പോൾ മഴ മുന്നറിയിപ്പ് വന്നപ്പോൾ ആ മഴ നനയാതിരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം ചെയ്യാതിരുന്ന ഒരു പ്രവൃത്തി മഴ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ മാത്രം അവരവിടെ ഒരു പന്തൽ കെട്ടി, ഒരു ഷീറ്റ് വലിച്ചു കെട്ടി മഴ നനയാതിരിക്കാൻ. അതുപോലും വെളുപ്പിന് 3 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു മാറ്റി. ഇത് ജനാധിപത്യമാണോ അത് ഏകാധിപത്യമാണോ? ഇവിടെ എന്താണ് നടക്കുന്നത്? ആ അമ്മയുടെ ശാപവാക്കുണ്ടല്ലോ, ആ അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീരുണ്ടല്ലോ, അതിനൊന്നും വില കൽപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോട് ആ കണ്ണുനീര് പകരം ചോദിക്കും, യാതൊരു സംശയവുമില്ല. എന്തിനാ സാറേ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്ത് അങ്ങയെ വിജയിപ്പിച്ചു വിട്ടതല്ലേ? ഒത്തിരി പ്രതീക്ഷകളോടെയല്ലേ ഞങ്ങൾ നിങ്ങളെ രണ്ടാമതും വിജയിപ്പിച്ചു വിട്ടത്? എന്നിട്ട് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യാമോ? കൈകൂപ്പിയുള്ള ആ അമ്മയുടെ കണ്ണുനീര് എങ്ങനെ മറക്കാൻ കഴിയും? ആ കണ്ണുനീര് നിങ്ങൾക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഒരു കാര്യം വ്യക്തമായിട്ടും തന്നെ മനസ്സിലാക്കി, ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. അതിൽ CA2-ന്റെ പങ്കാളിത്തമില്ല. CA2-ന്റെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അവകാശങ്ങൾ ആശാവർക്കർമാർക്ക് നേടിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി നിങ്ങൾ മറ്റ് അംഗൻവാടി ടീച്ചർമാരെയും അംഗൻവാടി പ്രവർത്തകരെയും മറ്റ് രീതിയിലുള്ള പ്രവർത്തകരെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളവിടെ സമരം നടത്തിയില്ലേ? എന്നിട്ടെന്തായി? ആ സമരം പൊളിഞ്ഞുപോയി. CA2-ന്റെ പിന്തുണ ഇല്ലാതിരുന്നതുകൊണ്ട്
CI2വിന്റെ ആ ക്രെഡിറ്റ് CI2വിന്, ആശാവർക്കർമാരുടെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് CI2വിന്റെ അല്ലെങ്കിൽ സഖാക്കളുടെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ സമരത്തിന് നേരെ, ഈ ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ മുഖം തിരിക്കുന്നു. പക്ഷെ ഒന്ന് വ്യക്തം, കേരളത്തിൽ പകൽ പോലെ വ്യക്തം, നിങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തെ, ആശാവർക്കർമാരെ ഭയപ്പെട്ടിരിക്കുന്നു. ഇതിനു മുൻപും സെക്രട്ടേറിയറ്റിന് മുൻപിൽ കുടിൽ കെട്ടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ CPIയുടെ സർവീസ് സംഘടന അവിടെ കുടിൽ കെട്ടി സമരം നടത്തിയപ്പോൾ നിങ്ങൾ എന്തേ പോലീസിനെ വിട്ട് അഴിപ്പിക്കാതിരുന്നു? എന്തുകൊണ്ട് ഈ പാവം പിടിച്ചവർ ഇന്ന് മഴ നനയാതിരിക്കാൻ വേണ്ടി മാത്രം, രാപ്പകൽ സമരം നടക്കുന്നിടത്ത് മഴ നനയാതിരിക്കാൻ വേണ്ടി മാത്രം അവരൊരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയപ്പോൾ നിങ്ങൾ അതിനെ, ആ ക്രൂരമായ മനസ്സോടുകൂടി ആ ടാർപോളിൻ ഷീറ്റിനെ പോലീസിനെ വിട്ട് അഴിപ്പിച്ചു മാറ്റി. ചങ്ക് പൊട്ടിക്കരയുന്ന, കൈകൂപ്പി കേഴുന്ന ഒരമ്മയെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ? ഇനി നാളെ സഖാക്കൾ ഈ അമ്മയുടെ വീടും ചരിത്രവും ജാതകവും എല്ലാം പരിശോധിക്കാൻ ഇറങ്ങും. എന്നിട്ട് ഇവർ വിലയിരുത്തും, ഇത് മറ്റാരോ എങ്കിലും സ്പോൺസർ ചെയ്ത വ്യക്തിയാണ്, മറ്റാരെങ്കിലും കൊണ്ടുവന്ന് അവിടെ ഇരുത്തി പറയിപ്പിച്ചതാണ് എന്നുവരെ സഖാക്കൾ വേണമെങ്കിൽ പറഞ്ഞു വരുത്തും. ഇതിനെല്ലാം ഉപരി, ഇതിനെല്ലാം ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ആനുകൂല്യം ഈ സമരത്തെ ചൊല്ലി ഈ ആശാവർക്കർമാർക്ക് നൽകി കഴിഞ്ഞാൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സൈബർ സഖാക്കളും നിങ്ങളും ചേർന്ന് ഇതെല്ലാം സർക്കാരിൻ്റെ ആ ക്രെഡിറ്റിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യും. എന്ത് അവകാശവാദങ്ങൾ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ആ പാവങ്ങൾക്ക് നേരെ ജീവിക്കാനായി സമരം ചെയ്യുന്ന, കേരളത്തിലെ ഏറ്റവും തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന, ആരോഗ്യ മേഖലയുടെ ചങ്കിടിപ്പായ ഈ ആശാവർക്കർമാർക്ക് എന്തെങ്കിലും ഒരു പരിഗണന നിങ്ങൾ നൽകണമെന്ന് വിനീതമായി, വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പാവങ്ങളുടെ മന്ത്രി എന്നാണ് പറഞ്ഞത്. പാവങ്ങൾ രണ്ടാമത് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട്, സന്തോഷത്തോടുകൂടി ജയിപ്പിച്ചു വിട്ട്. എന്തിനാ സാറേ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങൾ, ഈ പിച്ചക്കാരായ ഞങ്ങൾ ഈ ദ്രോഹിക്കുന്നത്?